ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം നല്ല ജീരകവും അതേപോലെ തന്നെ ഏലക്കായും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂണ് നല്ല ജീരകവും ഒരു 5-8 ഏലക്കായുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് വേണം നമ്മൾ ലാസ്റ്റ് പായസത്തിൽ ചേർക്കാൻ. അപ്പോൾ നമ്മുടെ ചേച്ചി ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് തരുന്നുണ്ട്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വറുത്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് 6 kg നെയ്യാണ് എടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യാണ് നമുക്ക് നമ്മുടെ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് നെയ്യ് നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുന്ന ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചെറുപയർ പരിപ്പ് 250 ഗ്രാമാണ് എടുത്തത്. അപ്പോൾ അത് നമ്മൾ മൊത്തം ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തവി ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പായസം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ ഇത്. ഈ ഒരു പരിപ്പൊന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് വറുത്ത് കിട്ടണേ. അങ്ങനെ ഇതാ നമ്മുടെ ചേച്ചി പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. ഈ ഒരു പരിപ്പ് വറുക്കുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കരയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഒരു 500 ഗ്രാം ശർക്കരയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 250 ഗ്രാം പരിപ്പിന് 500 ഗ്രാം ശർക്കര എന്ന റേഷ്യോയിലാണ് എടുക്കുന്നത്. കുറച്ചും കൂടി മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്ന് ഒക്കെ റെഡിയായി വന്ന ടൈമിൽ നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വറുത്ത് വന്നതാണ്. ഇനി എളുപ്പം തന്നെ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു വലിയൊരു തേങ്ങയുടെ പാൽ മൊത്തം എടുത്തിട്ടുണ്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ 2ാം പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇളക്കി പൊട്ടിച്ച് അങ്ങനെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പായസമൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ തേങ്ങയുടെ 1ാം പാലില്ലേ, നല്ല കട്ടിയുള്ള പാൽ, അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വറവൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കിസ്മിസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടെ നെയ്യ് കൂടെ ചേർത്തിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നമുക്കിഷ്ടമുള്ളതിനനുസരിച്ച് ബാക്കിയുള്ള എന്തെല്ലാം നട്ട്സ് ചേർത്ത് കൊടുക്കണം അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ആ നല്ല ജീരകവും ഏലക്കാപ്പൊടിയും ഇല്ലേ, അതുകൂടെ നമ്മൾ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ആ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പായസമാണ്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ
ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെയും ബായ്.